ഇന്ന് പകൽക്കാലം ഒരല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ തിരിക്കട്ടെ. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 7. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അടുത്ത വാക്യങ്ങളുടെ അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടം എന്ന് ഈ പ്രത്യേകമായ സമയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മ ദിവസത്തെ ഘോഷിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. പ്രധാനമായിട്ട് ഈ മാസം 25-ാം തീയതിയാണ് പ്രധാനമായിട്ട് അവർ അപ്രകാരം ആചരിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫുൾ ഗോസ്പൽ ചേർച്ച് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണത്തിലേക്ക് പോകാറില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ സഭയായിട്ട് നമ്മൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട 1, 2, 3 കാരണങ്ങളുണ്ട്. അതിനുശേഷം ഈ വചനത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, അപ്പോസ്തോലിക കാലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തോലിക കാലത്ത് അപ്രകാരമുള്ളൊരു ചടങ്ങില്ല. പിൽക്കാലത്ത് സഭയിൽ കടന്നു വന്ന ആർക്കും ഒരു ദുരുപദേശമാണ് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്, ക്രിസ്തുമസിനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലോകത്തിലുള്ള ആർക്കും ജനങ്ങൾക്ക് പലവിധമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടം മജോറിറ്റി ഓഫ് ആൾക്കാർ ഡിസംബർ 25 കർത്താവായ യേശുവിൻ്റെ ജനനമെന്ന് അവർ പറയുന്നു. അതിനെ പ്രത്യേകമായിരിക്കുന്ന കണക്കുകൾ ഒന്നും തന്നെ പറയുവാനില്ല. അത് മാത്രമല്ല, സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 25-ാം തീയതി, ഡിസംബർ മാസം 25-ാം തീയതി കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം യാതൊന്നും നമുക്ക് കാണുവാനില്ല. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ കാരണം. നിങ്ങൾക്കറിയാം, ചില ക്രിസ്തീയ സഭകൾ മാർച്ച് മാസം 25-ാം തീയതി കർത്താവായ യേശുവിൻ്റെ ജന്മമായിട്ട് അവരാഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ആഘോഷിക്കാറില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കടന്നു വന്നിരിക്കുന്ന ഒരു ദുരാചാരമാണ്. പ്രത്യേകമായിട്ട് ഈ ദുരാചാരം കടന്നു വന്നത് എന്ന് പറഞ്ഞാൽ ഡിസംബർ 25 എന്ന് പറയുന്നത് അവര് സൂര്യ ദേവൻ്റെതായിരിക്കുന്ന ജന്മദിനമായിട്ട് റോമൻ സാമ്രാജ്യം ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. റോമൻ സാമ്രാജ്യം അവർ ഡിസംബർ 25 എന്ന് പറയുന്ന അവർ സൂര്യ ഭഗവാന്റെ ജന്മദിനമായിട്ട് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതാണ് പിൽക്കാലത്ത് സഭയിലേക്ക് കടന്നു വരുവാൻ തക്കണം കാരണമായത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ, കർത്താവായ യേശു ക്രിസ്തു ഉയർക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തന്നെ, കർത്താവായ യേശു ജനിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കർത്താവായ യേശുവിൻ്റെ മരണത്തിന് എന്ത് പ്രാധാന്യതയുണ്ട്, കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് എന്ത് പ്രാധാന്യതയുണ്ട്, അതേ പ്രാധാന്യത കർത്താവായ യേശുവിൻ്റെ ജനനത്തിനുണ്ട് എന്നുള്ളത് സത്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ജനനം അവണ്ണമല്ലായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ മരണം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകത്തില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, യേശു ക്രിസ്തുവിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പ്, ഇത് മൂന്നും വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണെങ്കിൽ തന്നെയും പുതിയ നിയമസഭ ഇത് ആഘോഷിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ള ഓൾറെഡി ഞാൻ പറയുകയുണ്ടായി. എന്നാൽ വല്ലപ്പോഴുമെങ്കിൽ ഈ വിഷയം ഒന്ന് പഠിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. കാരണം പലപ്പോഴും പലരും മനസ്സിലാക്കാതെ അവോയ്ഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിന്നുകൊണ്ട്
കർത്താവായ യേശുക്രിസ്തു ജനവുമായിരിക്കുന്ന ബന്ധത്തിൽ ഉള്ളതായിരിക്കുന്ന പ്രാധാന്യതയെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ തക്കണം കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമെന്നുള്ള വായിച്ച ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരു കൂട്ടം കർത്താവായ യേശുക്രിസ്തു ജനിക്കപ്പെട്ട് ആ യേശുക്രിസ്തുവിനെ പുൽത്തൊടിയിൽ യേശുക്രിസ്തുവിനെ അമ്മയായിരിക്കുന്ന മറിയയും തൻ്റെ പിതാവും കൂടെ കിടത്തിയതിനു ശേഷമായിട്ട് ദൈവത്തിന്റെ ഒരു ദൂതൻ ഇടയന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരുമായിട്ട് അവരുടെ അടുക്കൽ കടന്നു നിൽക്കുകയും ദൈവത്തിന്റെ തേജസ് അവരെ ചുറ്റി മിന്നതായ സമയത്ത് ഭയപരവശരായി തീർന്നതായിരിക്കും ഒരു കൂട്ടം ജനത്തോട്, ഇടയന്മാരോട് ദൈവത്തിന്റെ ദൂതൻ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ മുമ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ആ വേർഡ് ഇപ്രകാരം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മഹാസന്തോഷം എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഒരു മഹാസന്തോഷത്തിന് മനുഷ്യര് അവകാശികളായി തീരുവാനായിട്ട് സാധിക്കും. എപ്പോൾ, ആർക്ക് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് സർവ്വജനത്തിനും. സർവ്വജനമെന്ന് പറയുമ്പോൾ ജാതിയോ മതമോ അവിടെയില്ല. ഏത് രാഷ്ട്രമാണെന്ന് അവിടെ യാതൊരു വ്യവസ്ഥയുമില്ല. ഏത് കുടുംബത്തിൽ ജനിക്കപ്പെട്ടു എന്ന് പറയുന്നതോ, ഒരു പ്രഭു കുടുംബത്തിൽ ജനിക്കപ്പെട്ടു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിക്കപ്പെട്ടുവോ എന്നുള്ളതിനകത്ത് യാതൊരു പ്രത്യേകതയുമില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ ഒരു വലിയ ദൂത് കൊടുക്കുന്ന ആ സമയത്ത് എന്നെയും നിങ്ങളെയും സ്വർഗ്ഗസ്ഥനായ ദൈവം അതിൽ കണ്ടു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, സർവ്വജനത്തിന്റെയും അതിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങളും ആക്കപ്പെട്ടിരിക്കുക. ആ സർവ്വജനം എന്നുള്ള വാക്ക് കൊടുക്കാതെ മറ്റേതെങ്കിലും പേരാണ് അവിടെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഞാൻ നിങ്ങളും ഇന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കത്തില്ല. ദൈവത്തിൻ്റെതായിരിക്കുന്ന മുൻ നിശ്ചയപ്രകാരമായിട്ട്, ദൈവത്തിൻ്റെതായിരിക്കുന്ന മുൻ പദ്ധതി പ്രകാരമായിട്ട് അവന്റെ രക്ഷാകരമായിരിക്കുന്ന പ്രവൃത്തിയിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ദൂതൻ പറയുവാൻ ഇടയായിത്തീരുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സന്തോഷത്തിന്റെ കാരണം പറയുക. ഈ സന്തോഷം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു സന്തോഷമായിട്ടല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു ഇതൊരു മഹാസന്തോഷമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകം കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സന്തോഷമല്ല ഈ ഒരു അനുഭവത്തിൽ കൂടെ ജനത്തിന് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അതിനേക്കാൾ വലുത് ഒരു സന്തോഷമാണ് പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഒരു മഹാസന്തോഷത്തിന് ഉടമയാകുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവര് ഭാരപ്പെട്ട് ജീവിക്കണമെന്നല്ല, വേദനപ്പെട്ട് കഴിയണമെന്നല്ല, പ്രയാസത്തോടുകൂടെ ജീവിക്കണമെന്നല്ല. പകരം ദൈവത്തിന്റെ ദാസനും നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം 1-2 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ, അത് എന്ന് ഞാൻ നിങ്ങൾക്കൂടെ പറയുന്നു. യെസ് മോനെ, 3-ാം അധ്യായം 1-2 വാക്യം. യെസ്, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. അത് നിങ്ങൾക്ക് ഉറപ്പാ. ഒരു ദൈവം തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ സന്തോഷിക്കുന്നവരാകണം. ഞാൻ താഴോട്ട് കടന്നു വരുമ്പോൾ കാരണം പറയുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടൊക്കെ സന്തോഷിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമക്കൾക്ക് കഷ്ടതയില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു ദൈവവേദനയെ കുറിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യമെന്ന് പറയുന്നത് അവർ സന്തോഷിക്കേണ്ടവരാ. സന്തോഷത്തിന് അവർ സന്തോഷം അവർ അനുഭവിക്കേണ്ടതാ. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഒരു മഹാസന്തോഷം എന്താണെന്നുള്ളത്
ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനടുത്ത വേർഡ് ഇപ്രകാരമാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 11. ആ വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് എന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് അവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. സന്തോഷമെന്ന് ഞാൻ പറയുന്ന വേർഡ്, ഇറ്റ് ഈസ് റോങ്. അത് ഞാൻ പറയേണ്ട വേർഡ് അതല്ല. മഹാസന്തോഷം. മഹാസന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് ഇവിടെ പറയുക. ആ സന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാസന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഒരു രക്ഷിതാവ് ജനിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സന്തോഷമില്ലായ്മയുടെ കാരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. സന്തോഷമില്ലായ്മയുടെ കാരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ്. സന്തോഷത്തിന് കാരണമില്ലാത്തത്. ആദമിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്ന സമയത്തൊക്കെയും ദൈവത്തോട് വലിയ സന്തോഷമുള്ളവനായിട്ട് മുൻപോട്ട് കടന്നുപോയി. എന്നാൽ പാപം ചെയ്തതിന് ശേഷമായിട്ട് ആദമിനുള്ളതായിരിക്കുന്ന സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ അവനിൽ ദൈവത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. പാപം ചെയ്ത ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ സഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വന്നത് എപ്പോഴെന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷകനെ ഏറ്റെടുത്തതാണ് സന്തോഷത്തിന് കാരണമായി തീർന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മനസ്സിലാക്കണമേ, ഒരു മഹാസന്തോഷത്തിന് കാരണമായി തീർന്നത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. രക്ഷകൻ ജനിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. കർത്താവായ യേശുവിന്റെ ജനനമാണ് മഹാസന്തോഷത്തിന് കാരണമായി തീർന്നത്. നിങ്ങൾക്കറിയാം എന്താ രക്ഷകൻ? ദൈവത്തിന്റെ വിശുദ്ധ വചനം മത്തായി 1:21 ഇപ്രകാരം പറയുന്നു: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് പ്രത്യേക രക്ഷിക്കുന്നവരെന്നുള്ളതാ, രക്ഷിതാവെന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷം കടന്നു വരുവാൻ കാരണം ആ രക്ഷകനെ മനസ്സിലാക്കിയത്. ഇന്ന് പകൽക്കാലം ആ രക്ഷകനെ മനസ്സിലാക്കി സന്തോഷം അനുഭവിക്കുന്ന ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയാമോ? ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന അനുഭവത്തെ ഓർക്കുക. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും: ദൈവത്തിന്റെ കൃപയാൽ ആ രക്ഷകൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുഖാന്തരമായിട്ട് മഹാസന്തോഷത്തിന് ഞാൻ നിങ്ങളും അവകാശിയായി. ദൈവത്തിന്റെ ദൂതൻ പറയുന്ന അടുത്ത വേർഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 12-ാമത്തെ വാക്യം. ആ വാക്യം പറയുന്നു: നിങ്ങൾക്കടയാളമോ. വെറുതെ അല്ല ഒരു മഹാസന്തോഷത്തെക്കുറിച്ച് പറഞ്ഞത്. സന്തോഷം ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ പറഞ്ഞു. എന്നിട്ട് അതിനൊരു പ്രൂഫ് കൂടെ കൊടുക്കുക, ഒരു അടയാളം കൂടെ കൊടുക്കുക, ഒരു സൈൻ കൂടെ കൊടുക്കുക. എന്താ സൈന്? അവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ 2-ാം അധ്യായം. യെസ്, നിങ്ങൾക്കടയാളമോ, അറ്റ്സ് എ സൈൻ. എന്താ അടയാളം? ഈ ഇടയന്മാർ കൊടുക്കുന്ന ഒരു അടയാളമാ. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അതാണ് അടയാളം. എന്തിനെ കുറിച്ചുള്ള അടയാളം? മഹാസന്തോഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കുമെന്നുള്ള അടയാളം. ഞാൻ ചോദിച്ചു, എന്താ ഈ സന്തോഷത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ഇതിനെ മഹാസന്തോഷം എന്ന് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൽ ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാനും നിങ്ങളും ആ മഹാസന്തോഷം അനുഭവിക്കുന്നവരാകുന്നു എന്നുള്ളത് ശാന്തമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ മഹാസന്തോഷം എന്താണ്? ആ സന്തോഷത്തിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറയുന്നുണ്ട്. ഈ സന്തോഷത്തിന്റെ 1-ാമത്തെ പ്രത്യേകത വായിച്ചോട്ട്. സങ്കീർത്തനം 4-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. Psalm number 4 verse number 7. 4-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട്
സങ്കീർത്തനക്കാരൻ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായ ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷമൊക്കെ സങ്കീർത്തനക്കാരൻ കണ്ടുകൊണ്ട് പറയുക. അവർക്ക് ധാന്യവും വീഞ്ഞും ഒക്കെ വർദ്ധിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം ആ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമല്ല, അതിനേക്കാൾ അത്യധികമായിട്ട് ആ സന്തോഷം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രത്യേകമാർഗ വാക്യം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ സന്തോഷമല്ല സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് ചോദിച്ചു, എന്താ ലോകത്തിന്റെ സന്തോഷം? ലോകം സന്തോഷം തരത്തില്ലേ? തരും. ലോകത്തിന്റെ സന്തോഷത്തിന് പിന്നാലെ കഴിഞ്ഞ നാളുകൾ ഞാൻ നിങ്ങൾ പോയതാ. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സന്തോഷം നൈമിഷികമായിരുന്നു. ഒരല്പസമയം കൊണ്ട് നമ്മുടെ ആ സന്തോഷം മാറ്റപ്പെടും. വേദന മറക്കുവാനായിട്ട് പല കാര്യങ്ങൾ നാം ചെയ്യുന്നു. ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരല്പസമയം കഴിയുമ്പോൾ വീണ്ടും വേദന വർദ്ധിച്ചു വരികയാണ്. ആ സന്തോഷത്തിലേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല. ഒന്ന് മനസ്സിലാക്കണം, ലോകത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമായിരിക്കുമ്പോൾ, ക്ഷണനേരത്തേക്ക് മാത്രമായിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം ദൈവത്തിന്റെ സഭ മനസ്സിലാക്കണം, അതിനേക്കാൾ വലിയ സന്തോഷമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണമെന്ന് പറയുന്നത്, രക്ഷിതാവ് ജനിക്കപ്പെട്ടത് മുഖാന്തരമായിട്ട് എൻ്റെ ഉള്ളിൽ ആ പാപഭാരം മാറി എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ വലിയ കാര്യമായിരിക്കുന്നത്. അത് ദൈവമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഒന്ന് മനസ്സിലാക്കണമേ, ലോകത്തിന് ഇത് തരുവാൻ തക്കണം സാധ്യമല്ല എന്നുള്ളത് ദൈവത്തിന്റെ സഭ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന്, ഇത് മഹാസന്തോഷമെന്ന് പറയുവാൻ കാരണമെന്ന് പറയുന്നത് ലോകത്തിനോ ലോകത്തിലുള്ളതിനോ ഈ സന്തോഷം നമുക്ക് തരുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സന്തോഷം തരുവാൻ തക്കവണ്ണം ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ അരുമനാഥനാകുന്ന യേശു മാത്രമാണ്. ആ യേശു ആ സന്തോഷം എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി പാപത്തിൽ നിന്ന് വിട്ടു മാറ്റപ്പെട്ട ആ ജീവൻ നയിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് മഹാസന്തോഷത്തിന്റെ കാരണമായി തീരുന്നത്. രണ്ട്, ഈ സന്തോഷത്തിന്റെ പ്രത്യേകത വായിച്ചാട്ട് 2 Corinthians chapter 8 verse number 2. 2 Corinthians 8 അധ്യായം 2-ാമത്തെ വാക്യം. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കദോനിയ സഭയെ കുറിച്ച് ദൈവത്തിന്റെ ദാസനാകുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക. അവരുടെ ജീവിതത്തിന് ധാരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ദാസൻ പറയുന്ന കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവർക്ക് എന്തോ ഉണ്ടായിരുന്നു? അവരുടെ സന്തോഷ സമൃദ്ധി. ഈ സന്തോഷത്തിന്റെ ഈ മഹാസന്തോഷം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേര് കൊടുക്കുവാൻ സാധിക്കും. ഇറ്റ് ഈസ് അബണ്ടൻസ് ഓഫ് ജോയ്. അത് സമർത്ഥമായിരിക്കുന്ന ഒരു ജീവനാ. അവിടെ സന്തോഷത്തിന്റെ സമൃദ്ധി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മനസ്സിലാക്കണം, ഈ സന്തോഷ സമൃദ്ധി എന്ത് ചെയ്യുന്നുവെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മക്കദോന്യ സഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദാസൻ പൗലോസിന് പറയുവാനുള്ളത്, കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ ജീവിതം കഠിനമായ ശോധനയിൽ കൂടെ കടന്നു പോകുക. പ്രയാസത്തിൻ്റെയും ഭാരങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാര്യങ്ങൾ, ആത്മീയമായിട്ട് അവർ വേദനിക്കപ്പെടുന്ന സമയങ്ങൾ, ഒരു പക്ഷേ ഭൗതികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒക്കെ നടുവിൽ അവരെ മുൻപോട്ട് നയിച്ചത് ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അവരുടെ സന്തോഷ സമൃദ്ധി. ഇന്ന് പകൽക്കാലം ദൈവസഭ ശ്രദ്ധിക്കണം. എന്റെയും നിങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവില് എന്നെ നിങ്ങളെ മുൻപോട്ട് നടത്തുന്നത് ഭാരപ്പെട്ടുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതമല്ല. പകരം ആ ക്രിസ്തീയ ജീവിതം സന്തോഷപ്രദമായി തീരണമെങ്കിൽ പുറത്തുള്ള വേദനയേക്കാൾ വലിയ സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. പലപ്പോഴും നാം പിറവിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആ സന്തോഷത്തിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാ. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, ദൈവീയമായിരിക്കുന്ന സന്തോഷത്തിന്റെ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമാകത്തില്ല.
അവരുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവർ സന്തോഷ സമൃദ്ധിയുള്ളവരായി. അവരുടേതായിരിക്കുന്ന സന്തോഷ സമൃദ്ധിയും. പിന്നീട് പറയപ്പെടുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും. രണ്ട് പറയുന്നത് അവരുടെ സന്തോഷ സമൃദ്ധിയും. നെക്സ്റ്റ് വേർഡ് പറയുന്നത് മഹാദാരിദ്ര്യവും. ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആ മക്കദോന്യ വിശ്വാസികളെ നിങ്ങളുടെ എടുത്തു നോക്കിയേ. അവക്കുള്ളിലുണ്ടെന്ന് പറയുവാൻ ഒരു കാര്യമാ, സന്തോഷത്തിന്റെ സമൃദ്ധി. പുറത്തുള്ളത് എന്തോന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും, കഷ്ടതയെന്ന കഠിന ശോധന. പുറത്തെന്താ ഉള്ളത്? മഹാദാരിദ്ര്യം. ജീവിക്കുവാൻ പോലും മാർഗമില്ലാത്തൊരവസ്ഥ. ചുറ്റുപാടുകൾ, അത് മാത്രമല്ല, ചുറ്റുപാടുകൾ മുഴുവൻ പ്രശ്നങ്ങളിൽ. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെ മുൻപോട്ട് കടന്നു പോകും? ഞാനും നിങ്ങളും ആ ഒരു സ്ഥാനത്തായിരുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ എന്തായിരുന്നേനേയും? ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, ഈ കർത്താവിന് വേണ്ടി അല്ലേ ഇറങ്ങിത്തിരിച്ചത്? എന്നിട്ടും ഞാൻ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നു. പെറുപിറുപ്പിൻ്റെ വാക്കുകളായിരിക്കത്തല്ലേ എൻ്റെയും നിങ്ങളുടെ അധരങ്ങൾ കൂടെ കടന്നു വരുന്നത്? പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് പെറുപിറുക്കുവാൻ തക്കവണ്ണം അവർക്ക് ഒരു മാർഗം പോലും ഇല്ലായിരുന്നു. കാരണം അവരെ മുൻപോട്ട് നയിച്ചത് അവരുടെ പുറത്തുള്ള പ്രശ്നങ്ങളല്ല, അവരെ മുൻപോട്ട് നടത്തിയത് അവരുടെ ഉള്ളിലെ സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ജയത്തോടെ ജീവിക്കണമെങ്കിൽ ഉള്ളിലെ സന്തോഷം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. പ്രശ്നങ്ങളൊക്കെ എവിടെ കാണും, പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ മുൻപുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിലെ സന്തോഷത്തിൻ്റെ സെയിം ഈക്വലായിരിക്കും എനിക്ക് ഓവർകം ചെയ്യുവാൻ. ഓവർകം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മളതിന്മേൽ ജയമെടുത്തെന്നല്ല പറയുന്നത്. എൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുടെ മേൽ അത് എൻ്റെ ജീവിതത്തോട് അടുക്കാതെ, അതെൻ്റെ മനസ്സിനോട് അടുക്കാതെ, എൻ്റെ ഹൃദയത്തിലൊരു ഭാരമായി തീർക്കാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്നത് ഉള്ളിലെ സന്തോഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ശാന്തമായി ചിന്തിക്കുക. പ്രതികൂലങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, ഭാരങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. ഇന്ന് ഭാരത്തിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ, വേദന കൊണ്ട് ഞാൻ നിങ്ങൾ പൊളയുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം ഒന്നുണ്ട്, എന്തൊക്കെയോ എവിടെയോ നമ്മുടെ സന്തോഷം വർദ്ധിക്കേണ്ടത് കുറഞ്ഞു പോയിരിക്കുക. ഇന്ന് പകൽക്കാലം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, സന്തോഷത്തിൻ്റെ സമൃദ്ധി നിന്റെ പക്കല. ആ സന്തോഷ സമൃദ്ധി നിന്റെ പക്കലുണ്ടെങ്കിൽ ആ സന്തോഷ സമൃദ്ധി കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിര്. ഹംദലല ബഖാല ബലബ ഉള്ളലബ ഹംദലല ബഖാല ബലബ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, സന്തോഷ സമൃദ്ധി അനുഭവിക്കുന്നവരെ കുറിച്ച് നോക്കിയാൽ അവർക്ക് ഒരു കാര്യം കാണുവാൻ സാധിക്കും. പ്രതികൂലങ്ങളുടെ നടുവിലും അവർ പാട്ട് പാടുവാനിടയായി തീരും, അവർ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും, അവർ ദൈവത്തെ സ്തോത്രം ചെയ്യുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, അതെന്താ അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നറിയാമോ? അവരായിരിക്കുന്ന പ്രശ്നത്തിന്മേൽ പരിപൂർണമായി ജയമെടുക്കുവാൻ ഇടയായി തീരും. പൗലോസേ, ശീലാസേ, നിങ്ങൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുവാനൊരു കാരണമെന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സന്തോഷം അത്രമാത്രം നിറഞ്ഞിരുന്നു, അത്രമാത്രം നിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്ന് നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നോട് ദൈവത്തെ നീ സ്തുതിച്ചപ്പോൾ സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിന്റെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ശാന്തമായ ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം അത് കെടുത്തിക്കളയല്ല. ഈ ദിവസങ്ങളിൽ ആ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ചെല്ല്. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെ ഓവർകം ചെയ്യുവാൻ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം സാധ്യമായി തരും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 24. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഈ സന്തോഷത്തിന്റെ അടുത്ത പ്രത്യേകത, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ജോയ്. ഇത് പൂർണ്ണതയുള്ള സന്തോഷമാണ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോഴും ആകുമെണ്ണം
നിങ്ങൾക്ക് ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ട ഈ ആവശ്യതയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഭാഗമായത്. പറയുന്ന ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്കത് ലഭിക്കും. ഒരു വാക്യം കൂടെ വായിച്ചാടി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യം. ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 11. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. പൂർണ്ണതയുള്ള സന്തോഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ, എന്റെ സന്തോഷം നിങ്ങളിരിപ്പാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. അപ്പൊ പൂർണ്ണതയുള്ള സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം, യേശുവിന്റെ സന്തോഷം എന്നിൽ വാഴണം. ആ പെർഫെക്റ്റ് ജോയ്, ഞാനും എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ പൂർണ്ണതയുള്ളതായിരിക്കുന്ന സന്തോഷത്തിലേക്ക് കടന്നു വരുവാനാ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ഗലാത്യലേഖനം 5-ാം അധ്യായം 22, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഒരു ക്യാരക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവം. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മിൽ കൂടെ വെളിപ്പെടുന്ന ഒരു സ്വഭാവമാണ് സന്തോഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്കറിയാം, നല്ലൊരു ആരാധന കഴിഞ്ഞ് ചെന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് സന്തോഷമാ. എവിടുന്നാ ഇത് കിട്ടിയത്? എപ്പോഴാ ഇത് കിട്ടിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ സന്തോഷം ഞാൻ അനുഭവിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വേർഡ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. എന്താ അതിന് ആവശ്യമായിരിക്കുന്നത്? എൻ്റെ സന്തോഷം നിങ്ങൾ വസിക്കണം. ആ ഒരു അനുഭവം ജീവിതത്തിലില്ല എങ്കിൽ ആ പെർഫെക്റ്റ് ജോയ് എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തീയ സഭയോട് ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ളൊരു കാര്യമുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതൊരു സാധാരണപ്പെട്ട സന്തോഷമല്ല. ആ ഗ്രേറ്റ് ജോയ് ഞാൻ നിങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കപ്പെട്ടുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളത് അനുഭവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ആ സന്തോഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർഫെക്റ്റ് ജോയ്. നെക്സ്റ്റ് വേർഡിലേക്ക് കടന്നു വരട്ടെ. എന്താണ് ആ സന്തോഷം? വായിച്ചാട്ടെ. യെശയ്യാ 35-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 35 വേഴ്സ് നമ്പർ 10. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായി. ഞാൻ ആ ഭാഗം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് ആ വീണ്ടെടുക്കപ്പെട്ടവര്, ഇത് നിങ്ങൾക്കറിയാം, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചന വാക്യമാ. ആ പർട്ടിക്കുലർ സമയത്ത് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തതായിരിക്കുന്ന കർത്താവ് ആ വീണ്ടെടുപ്പിന് ശേഷമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിങ്ങൾക്കറിയാം, ഈ ഇസ്രായേൽ ഇപ്പൊ പലതും വെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ അല്പകാലത്തിന് ശേഷമായിട്ട് അല്പകാലത്തിനുള്ളിൽ സകലതും അവർക്ക് നഷ്ടമാകേണ്ടി വരും. ദൈവത്തിന്റെ വചനത്തിന് നിവർത്തീകരണമാത്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ആ നഷ്ടമായി പോയത് ഏത് ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലായിരിക്കുമ്പോൾ, ഏത് ക്രിസ്തുവിനെ മാറ്റിയിട്ട് അരുമനാഥനാകുന്ന യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ച ഭരിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, അന്ന് ലോകത്തിന്റെ പല ഭാഗത്തെ ചിതറപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ വീണ്ടും മടങ്ങി യെരൂശലേമിലേക്ക് വരും. ആ ഒരു ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന് പ്രകാരം പറയുന്നത്, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അടുത്ത വേർഡിനെ ഒത്തിരി സന്തോഷിപ്പിച്ചു. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ഹോളി സ്പിരിറ്റ്. നിത്യാനന്ദം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റേണൽ ജോയ്. ആ ആനന്ദത്തിന് ഒരു പേര് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് ഈസ് ഇറ്റേണൽ ജോയ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോ
ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സന്തോഷം. ആ സന്തോഷ പ്രത്യേകത, ഇറ്റ് ഈസ് ഇറ്റേണൽ ജോയ്. അത് നിത്യമാർഗ സന്തോഷം. വായിച്ചാട്ട് യെശയ്യാ ചാപ്റ്റർ 61, യെശയ്യാ 61 അധ്യായം 7, 7 വാക്യം നിങ്ങളത് വായിച്ചാട്ട്. 7 വാക്യം. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. വീണ്ടും ആവർത്തിക്കുകയാണ്, നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. ആർക്കും ഇത് എടുത്തു കളയുവാൻ സാധ്യത. വായിച്ചാട്ട് യോഹന്നാൻ 16 അധ്യായം, ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 22, 22 വാക്യം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങൾ ആ വേർഡ്, നിങ്ങളുടെ സന്തോഷം. എല്ലാവരും ചേർന്നുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാമോ? ആ ഭാഗം മാത്രം. നിങ്ങളുടെ സന്തോഷം. ശബ്ദമേറ്റി ഒന്നുകൂടെ വായിച്ചേ. ഒന്ന് സ്വയമായിട്ടൊന്ന് പറ. എന്റെ ഉള്ളിലെ സന്തോഷത്തിന് ഒരു മനുഷ്യനും അതെടുത്തു കളയുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും എന്റെ ഉള്ളിൽ നിന്ന് ആ സന്തോഷം മാറ്റുവാൻ സാധ്യമല്ല. ഒരാൾക്ക് മാത്രം സാധിക്കും, അത് എനിക്ക്. വേറെ ഒരു മനുഷ്യനും ആ സന്തോഷം. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്യം, നിത്യാനന്ദം അവക്കുണ്ടാകും. നിത്യാനന്ദം അവക്കുണ്ടാകുമെങ്കിൽ ഒരു കാരണമെന്ന് പറയുന്നത്, ഈ തരുന്ന ആർക്കുന്ന സന്തോഷം മഹാസന്തോഷം. ആ സന്തോഷം എടുത്തു കളയുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. ദൈവത്തിന്റെ വിശുദ്ധ ദാസൻ ഇപ്രകാരം പറയുന്നു. വായിച്ചാട്ട്, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കടന്നു പോകുന്നതിന് തൊട്ട് മുൻപ്, നിത്യതയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും നിൽക്കുവാൻ പോകുന്നത്? യൂദായുടെ ലേഖനം 24 വാക്യം, ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് നമ്പർ 24, 24 വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നിങ്ങൾ മനസ്സിലാക്കിയ ആ വേർഡ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ഏത് കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു? ഈ കാലഘട്ടം. അനേകര് വീണുകൊണ്ടിരിക്കുന്ന ആ കാലയളവില്, അനേകരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവില് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, അവരെല്ലാവരും വീണാലും ഞാൻ വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കലബഹംദലബലബ. ഞാൻ വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല. എന്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ വീഴാതെ നിൽക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അവൻ ശക്തിയുള്ളവനാ. ആര് ശക്തിയുള്ളവൻ? എന്നെ പിടിച്ചിരിക്കുന്നൊരു കർത്താവ് ശക്തനാ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ ഞാൻ ഓർപ്പിക്കട്ടെ, എത്രമാത്രം പ്രതികൂലങ്ങൾ നിന്റെ നേരെ വന്നാലും, തല മുഴുവൻ പ്രശ്നങ്ങളായിട്ട് മൂടപ്പെട്ടാലും, അതിൻ്റെ നടുവിലും വീഴാതെ നിർത്തുവാൻ അവൻ മതിയായവനാ. പ്രിയപ്പെട്ടവരെ, വീഴാതെ ഈ ലോകത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതിനടുത്ത വേർഡ് പറയുന്ന ഇപ്രകാരമാണ്, തൻ്റെ മഹിമാസന്നിധിയിൽ. എവിടാ മഹിമാസന്നിധി എന്ന് പറയുന്നത്? ഒരു പക്ഷെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പ്രതിഫലം തരുന്നൊരു ദിവസമായിരിക്കുക, തുടർന്നുള്ള നമ്മുടെ ജീവിതകാലമായിരിക്കുക, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസമായിരിക്കുക. ആ മഹിമാസന്നിധിയിൽ എങ്ങനെ നിർത്തുമെന്നാ പറയുന്നേ? ആനന്ദത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അങ്ങയുടെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനാകുന്നുവെങ്കിൽ, ആ ആനന്ദം എൻ്റെ ഉള്ളിൽ ഇപ്പോഴേ തന്നിരിക്കുന്നുവെങ്കിൽ, ആനന്ദമുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, അവൻ്റെ മഹിമാസന്നിധിയിൽ നിൽക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാ. കാരണം
കർത്താവ് ഇന്ന് വന്ന എടുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പക്ഷേ ഞാൻ ഒരു സത്യം ഞാൻ പറയട്ടെ, ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന ദൈവസഭയെ നീ അവൻ്റെ മഹിമാസനത്തിന് മുമ്പാകെ അതേ സന്തോഷത്തോടെ നിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നിത്യാനന്ദമാണ്. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ആ സന്തോഷം മാറ്റപ്പെടത്തില്ല, ആ പ്രയാസം മാറ്റപ്പെടത്തില്ല, ആ സന്തോഷം മാറ്റപ്പെടത്തില്ല. പകരം എന്നിലും നിങ്ങളിലും ആ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 5, എന്താ ഈ മഹാസന്തോഷം? വായിച്ചാട്ടെ, ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 10. നെഹമ്യ പ്രവാചകൻ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നല്ലോ എന്ന്. ഈ സന്തോഷത്തിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ സന്തോഷമാണ് നമ്മുടെ ബലം. ഈ സന്തോഷമാണ് ബലം. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഹൃദയത്തില് ദുഃഖമുള്ളവൻ അത് മുഖത്തൂടെ വെളിപ്പെടുത്തുന്നു. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്, അത് നല്ല മരുന്നാ. ഹൃദയത്തിൽ കടന്നു വരുന്ന ആൾക്ക് സന്തോഷം, ഹൃദയത്തിൽ തുള്ളുന്ന ആൾക്ക് സന്തോഷം. അതാണ് ജീവിതങ്ങളെ പരിപൂർണമായിട്ട് മാറ്റേണ്ടത്. ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, അവരുടെ മുൻപിൽ യാതൊന്നും കാണുവാനില്ല, പക്ഷെങ്കിൽ ആ പ്രത്യേകമാർക്ക് ഡിഫറെന്റ് പലവിധമാർക്ക് ചിന്തകളോടുകൂടി ഇരിക്കുന്ന ആർക്ക് ജനത്തോട് പറയുക, ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. എന്താ നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത്? അതാണ് നിങ്ങളുടെ ബലം. അപ്പോസ്തലനായ പൗലോസ് വെറുതെ അല്ല ഫിലിപ്പിയ സഭയോട്, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഫിലിപ്പിയ സഭയോട് പറഞ്ഞത്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്താ കാരണം? ആ എൻ്റെയും നിങ്ങളുടെ ബലമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഉള്ള ദൈവം നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും സന്തോഷം. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വന്നാണ് ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 18, 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഒരു വേർഡ്? തന്റെ ജീവിതത്തിലെല്ലാം നഷ്ടമായ നല്ല താൻ ഇവിടെ പറയുന്നത്. പക്ഷെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം എനിക്ക് നഷ്ടമായാലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. എന്താ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? എങ്കിലും ഞാൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എന്താ ഉണ്ട് ഉള്ളില്? ആനന്ദമുണ്ട്. എന്തുവാ ഈ ആനന്ദത്തെ പ്രത്യേകത? എല്ലാം പ്രതികൂലമാകുമ്പോൾ, ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് അവിടെയും സന്തോഷിപ്പാൻ കാരണമായി തീരും. ആ സന്തോഷം എവിടുന്ന് കിട്ടുന്നതാ? യേശുവിനെ വീണ്ടെടുത്തു എന്നുള്ളതായിരിക്കുന്ന ഏക വിഷയം, എൻ്റെ പാപത്തിൽ നിന്നെ വിടിപ്പിച്ചതായിരിക്കുന്ന ആ വിഷയം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒരു ദൈവ പൈതൽ പ്രാപിക്കുവാൻ സാധിക്കുന്ന സന്തോഷം, അതിൽ ഒന്നാമത്തെ സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം. രണ്ടാമതായിട്ട് അത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ അനുഭവിക്കുന്ന മറ്റൊരു സന്തോഷമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വന്നാട്ട് 6-ാം അധ്യായം 22-23 വാക്യം. ലൂക്കോസ് 6-ാം അധ്യായം 22-23. നിങ്ങൾ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിച്ചു ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ചു തൊള്ളുവിൻ. ആ നാളിൽ ശ്രദ്ധിച്ചോ, പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്ന ദൈവസഭയെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയപ്പെടുന്ന ആർക്കെന്ന മുന്നമേ പറയുന്ന ഒരു ഭാഗമാ ആ നാള്. മനുഷ്യർ നിങ്ങളെ വിടക്കെന്ന് തള്ളുമ്പോൾ, നിങ്ങളെ കുറ്റപ്പെടുത്തുവാനിടയായി തരുമ്പോൾ ഒന്ന് ചെയ്യ്. അതൊരു ദുഃഖമായിട്ട് എടുക്കുവാനല്ല,
വേദനയായിട്ടെടുക്കുവാനല്ല, പകരം സന്തോഷിച്ച് തുള്ളുവേൻ. ഹല്ലേലൂയ. സന്തോഷിച്ച് തുള്ളുവേൻ. നിങ്ങൾക്കറിയേ, കഞ്ഞിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കൊച്ചു പാത്രം വെച്ചുകൊണ്ട് അതങ്ങ് അടച്ചു വെക്കാം. പണ്ടത്തെ കാലം. ഇപ്പം എല്ലാം പ്രഷർ കുക്കറാ, അറിയത്തില്ല. പക്ഷേ അത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ചോറൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് എന്ത് വരും? ആ അടപ്പൊക്കെ ഒന്ന് പൊങ്ങി വരും. അതിനകത്ത് ഒരു തുള്ളൽ നടക്കുക. ആ തുള്ളലാ ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നേ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, സന്തോഷിച്ച് തുള്ളുവേൻ. എന്താ കാരണമെന്നാ? മറ്റുള്ളവർ നിങ്ങളെ മോശമെന്ന് പറയുമ്പോൾ, പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന സമയത്ത്, പ്രശ്നങ്ങൾ നിങ്ങളായിരിക്കുന്ന സമയത്ത്, അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. 70 ശിഷ്യന്മാരെ യേശു ക്രിസ്തു അയച്ചു. അവർ ജയത്തോടെ മടങ്ങി വന്നു. അവർ പറഞ്ഞു, ഗുരു, ഭൂതങ്ങളോട് നിന്റെ നാമത്തിൽ ഞങ്ങൾ കീഴടങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടു. യേശു അവരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓർത്ത് സന്തോഷിപ്പീൻ. തുടർന്ന് നടന്നു ആർഗ്യ വിഷയമാണ് വളരെ പ്രാധാന്യം. അടുത്ത വേർഡ് പറയുന്നു, പിന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ലോകം ആ ഭൗതികമായിരിക്കുന്ന വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനത്തെ ആഘോഷിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, യേശു വന്നതിൻ്റെ പ്രത്യേകത ഒരു മഹാസന്തോഷം. അത് പുറത്തല്ല, എൻ്റെ ഉള്ളിൽ തരുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ആ സന്തോഷം ഞാൻ നിങ്ങളെ പ്രാപിച്ചു. ഒരു കാര്യം ദൈവസഭ മനസ്സിലാക്കേണ്ടത്, ഇന്നലത്തെ സന്തോഷത്തിൽ ഇന്ന് നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഓരോ സമയവും ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, രക്ഷയിൽ ജീവിക്കുന്ന ആർക്കെന്ന് ഞാനും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ആർക്കെന്ന് എനിക്കും നിങ്ങൾക്കും ദൈവ സാന്നിധ്യത്തിൽ കടന്നു ചെന്നിരുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയായി തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അത് പടിപടിയായിട്ട് വളരുവാനായിട്ടിടയായി തീരും. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സഹോദര, ഇന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച്, ഞാൻ ആ മഹാസന്തോഷം ഉടമയാണോ? എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടച്ച് ആ സന്തോഷം എത്രമാത്രമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ പുറത്തുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങളുടെ സന്തോഷത്തിന് സാധ്യമാകുന്നില്ല എങ്കിൽ എവിടേക്കോ ആ സന്തോഷത്തിന് കുറവുണ്ട്. എന്നാൽ പുറത്തുള്ള പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട്. അതിന് നടുവിൽ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളാണ് യഥാർത്ഥ ദൈവ പൈതൽ. ഇന്ന് ആ ഒരു സത്യം മനസ്സിലാക്കുക. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത, ദൈവത്തോടുകൂടെ ജീവിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവരിൽ നിറഞ്ഞു കവിയുന്നൊരു സന്തോഷം അവർക്കുണ്ടായിരിക്കും. അരുമനാഥനാകുന്ന യേശു പറയുന്ന പോലെ, എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഒരു പെർഫെക്റ്റ് ജോയ് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്ന രാത്രി, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയുമോ, എൻ്റെ കർത്താവേ, അങ്ങ് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത് മഹാസന്തോഷം എനിക്ക് തരുവാനാ. അന്ന് ആ ഇടയന്മാർക്ക് ഒരടയാളം കൊടുത്തു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കിടക്കുന്ന ആർക്ക് ശിശുവിനെ നിങ്ങൾ കാണും. അതൊരടയാളമാ. ഇന്നെനിക്ക് നിങ്ങൾക്ക് ചരിത്രമായി അത് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ, അനുദിനം ആ സന്തോഷം വളരുവാൻ എന്നെ നീ സഹായിക്കണം. അനുദിനം ആ സന്തോഷം വളരുവാൻ എനിക്ക് കൃപ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഗീതക്കാരനോട് ചേർന്ന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവക്കുണ്ടായതിലും അധിക സന്തോഷം, അധിക സന്തോഷം, അധിക സന്തോഷം നീ എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുക. ഹല്ലേലൂയ. ലോകം ക്രിസ്തുമസ് ആഘോഷിക്കട്ടെ, ഞാനും നിങ്ങളും മഹാസന്തോഷം അനുഭവിച്ചാട്ടോ. ഇന്ന് ദൈവത്തോട് പറ,
ആ മഹാസന്തോഷം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ എന്നെ നീ സഹായിക്കണം, എനിക്ക് കൃപ ചെയ്യണം. നാം അല്പസമയം കൂടെ ആരാധിക്കുവാൻ പോകുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമോ, ദൈവത്തോടൊന്ന് പറയുമോ, കർത്താവേ എന്നെ ഒന്ന് സഹായിച്ചാട്ടോ, എന്നെ ഒന്ന് സഹായിച്ചാട്ടോ. ആ വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അതിനുടമയായിട്ട് ജീവിപ്പാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണം.